ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കൂടുതലും പേരുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് പേജിൽ വരുന്നത് ഒരു പയ്യൻ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. ഇന്നൊക്കെ രാവിലെ തൊട്ട് എനിക്കൊക്കെ 2-3 പ്രാവശ്യം അത് കിട്ടിയിട്ടുണ്ട്. അത് കൂടുതലും എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒരു ഫേസ്ബുക്കിലും ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന എന്താ കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളെല്ലാം അറിയേണ്ട ഒരു കാര്യമാണ്, കേരളത്തിലെ ജനങ്ങൾ അറിയണമെന്ന് പറഞ്ഞാൽ അവരൊരു വളരെ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിലൂടെ അവർ ഭാര്യയും ഭർത്താവും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയാണ് അവർ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കാര്യം. അതായത് ആ പയ്യൻ്റെ പേര് തുഷാർ ജോർജ്. ഈ തുഷാർ ജോർജ് ചെറുപ്പകാലത്ത് പുള്ളിക്കാരന് നല്ല അനുഭവങ്ങളല്ല, ലൈഫിൽ ദുരിതങ്ങൾ വന്ന് സ്വന്തം അച്ഛനെ ആരോ കൊന്നു കളഞ്ഞു. പിന്നെ സ്വന്തം പെങ്ങൾക്ക് എന്തോ ഒരു മാനസികാസുഖം ഉണ്ടായിട്ട് നാട്ടുകാരുടെ കളിയാക്കൽ കൊണ്ടായിരിക്കാം ആ കുട്ടിയെ ആത്മഹത്യ ചെയ്തു. പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കുട്ടിയും തുഷാർ ജോർജ് നല്ല മിടുക്കനായിട്ട് പഠിച്ച് ഏവിയേഷൻ കോഴ്സ് എങ്ങാണ്ട് പഠിച്ച് വിദേശത്ത് ജോലിയൊക്കെ മേടിച്ചു. അപ്പോൾ ആ തുഷാർ ജോർജിന് ഒരാഗ്രഹം, ഒരു അനാഥ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാം, അതല്ലേ നല്ലൊരു തീരുമാനം. അങ്ങനെ തീരുമാനിച്ച് പെരുമ്പാവൂർ എങ്ങാണ്ടുള്ള ഒരു അനാഥാലയത്തിൽ നിന്നാണ് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അതിനെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനമായി കഴിഞ്ഞ് അവർ തമ്മിൽ കണക്ഷനൊക്കെ ആവുമല്ലോ, ഫോണിൽ കൂടെ ഇന്നത്തെ കാലമല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ കല്യാണം കഴിക്കാം എന്ന് തീരുമാനമായി കഴിഞ്ഞപ്പം ഈ കുട്ടിയെ അനാഥാലയത്തിൽ കൊണ്ടാക്കിയിരിക്കുകയാണല്ലോ അതിൻ്റെ വീട്ടുകാർ. അതിൻ്റെ അമ്മ ആ കൊച്ചിനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നു. കല്യാണം ആയതുകൊണ്ട് കൊണ്ടുവന്നായിരിക്കാം. പക്ഷേ ഇവിടെയാണ് കഥ പറയേണ്ട കാര്യം. ഈ കുട്ടിയെ വീട്ടിലോട്ട് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ സാധാ ഒരു നോർമൽ വീടല്ല. കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ളതാണ്. ഈ കുട്ടിയുടെ അച്ഛനല്ല കൂടെയുള്ള അമ്മയുടെ രണ്ടാം ഭർത്താവ്, അതായത് ഈ കുട്ടിയുടെ രണ്ടാനച്ഛനാണ് ഇവരുടെ വീട്ടിലുള്ള. ഇയാളാണെങ്കിൽ ഓൾറെഡി ഈ കൊച്ചിനെ 2 വയസ്സുള്ളപ്പോൾ തൊട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. 14 വയസ്സിൽ പടവലങ്ങ ഒക്കെ വെച്ച് ഉപദ്രവിച്ചതിൻ്റെ പേരിൽ പോലീസ് ഇയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് പിന്നെ പുറത്ത് പോലീസിൻ്റെ ഇതിൽ ജാമ്യം ഇറങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ കേസ് തേഞ്ഞു മാഞ്ഞാൽ എന്താണേലും തിരിച്ചു പോകുന്ന വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. കേസിൻ്റെ കാര്യം നമുക്ക് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോഴത്തേക്ക് പുള്ളി വെളിയിലാണ്. അപ്പോൾ ഈ കൊച്ചിനെ ഈ കല്യാണം ഉറപ്പിച്ച സിറ്റുവേഷനിലാണേലും രണ്ടാമത് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന് ആക്കുമ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾ വീണ്ടും ഇതിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടി ഈ തുഷാറിനെ വിളിച്ച് ഇങ്ങനെ രണ്ടാനച്ഛൻ ഇങ്ങനെ പീഡിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയല്ല, ഓൾറെഡി ഇയാളുടെ സ്വഭാവം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു മനോരോഗിയാണ് അയാൾ. രാത്രി 11 മണിയാകുമ്പോൾ വെളിയിൽ ഇറങ്ങിപ്പോയിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന രീതിയാണ്. ഇയാളെ പോലത്തെ സാമൂഹ്യ ദ്രോഹികളൊക്കെ ആയിരിക്കാം രാത്രി സ്ത്രീകൾ വഴിയിൽ ഇറങ്ങി നടന്ന ഉപദ്രവിക്കാൻ വരുന്ന ആ ടൈപ്പ് ആളായിരിക്കാം. അപ്പോൾ ഈ ഇതുപോലൊരു പെങ്കൊച്ചിനെ പിന്നെയും കൈ കിട്ടിയപ്പോൾ അയാൾ ഉപദ്രവിക്കാതിരിക്കും. അയാൾ വീണ്ടും ഉപദ്രവിച്ചപ്പം ഈ പെൺകുട്ടി തുഷാറിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എന്നെ വീണ്ടും ഉപദ്രവിക്കാമെന്ന്. അപ്പം തുഷാർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പെങ്കൊച്ചാണ്. തുഷാർ ആ കൊച്ചിനെ ചെന്ന് വിളിച്ച് ഇറക്കിക്കൊണ്ടുവന്ന് അവർ കല്യാണം കഴിച്ചു. അപ്പോൾ ഇവർ കൊണ്ടേ കേസൊക്കെ കൊടുത്തു ഈ തള്ളയും തന്തയും. ഈ തള്ളയാണ് പറയേണ്ടത്. രണ്ടാനച്ഛൻ്റെ കയ്യിൽ നിന്ന് ഈ പെങ്കൊച്ച് സ്വന്തം മോള് എങ്ങനെയും പോയി ഒരു ജീവിതം ഉണ്ടാക്കി രക്ഷപ്പെടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുന്ന അമ്മമാരാണുള്ളത്. പക്ഷേ ഈ തള്ളയ്ക്ക് എന്താ തലയ്ക്കകത്ത് എന്ത് കളിമണ്ണാണെന്നോ അതോ എന്താണെന്ന് അറിയില്ല. ഈ തള്ള ഏതായാലും ഈ രണ്ടാനച്ഛൻ്റെ കൂടെ നിന്ന് കേസ് കൊടുത്തു. പക്ഷേ കേസിൽ ഇവർ 18 വയസ്സ് കഴിഞ്ഞതായതുകൊണ്ട് കേസ് വെറുതെ വിട്ടു. അങ്ങനെ ഇവർ സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഇവരെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇയാളുടെ ഉപദ്രവങ്ങളെല്ലാം പിന്നെയും തുടരുകയാണ്, ഭീഷണിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ഈ പയ്യൻ വന്ന് പറയുന്നുണ്ട്. അതാണ് നമുക്കൊന്ന് കേൾക്കേണ്ടത്. ഒന്ന് കേട്ട് നോക്കാം. എൻ്റെ ഹസ്ബൻഡിൻ്റെയും ജീവന് ഭീഷണിയുണ്ട്. ബാക്കി എൻ്റെ ചേട്ടയെ പറയും. പ്രശ്നങ്ങൾ ഞങ്ങൾ തുടങ്ങി, ഞങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങി, ഞങ്ങൾ ഫോണിൽ വിളിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി, ഞങ്ങൾ മറ്റു രീതികളിൽ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. ഈ കുട്ടിക്ക് ഇത് ആരുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. ഞാൻ പുറം പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ പുറം പോലീസുകാർ പറഞ്ഞു നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഇയാളുടെ സപ്പോർട്ട് ചെയ്ത് 3 പ്രാവശ്യം കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് ചെന്നു. പല രീതിയിലായിട്ട് കംപ്ലൈൻറ്റ് ചെന്നപ്പോൾ പുറം പോലീസുകാർ പറയുന്നു നിന്റെ പ്രശ്നങ്ങൾ വരുന്നു. ഈ സനീഷിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇടയായിട്ടും ഇയാൾ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു, വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്നലെ DYSP ഓഫീസിൽ പോയി. ചാലക്കുടിയിൽ ഇവരുടെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് പോകുമായിരുന്നു. ഈ കുട്ടിയുടെ ചാലക്കുടി DYSP ഓഫീസിൽ പോകണു. ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ DYSP ഓഫീസിലെ സാർ പറഞ്ഞു ഇത് നിങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പുറം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. പുറം പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഹെൽപ്പ് ലൈനിൽ നമ്മുടെ 112 പോലീസിന്റെ ഹെൽപ്പ് ലൈനിലായിട്ട് വിളിക്കുന്നു. അവിടുന്ന് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലായിട്ട് അവർ വിളിക്കുന്നു. ചാലക്കുടി പോലീസ് സ്റ്റേഷനിലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പം തന്നെ കഥകളൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ തുറന്നു പറയണം. എന്നാ പ്രശ്നം പറഞ്ഞു. നടുറോട്ടിൽ നിന്ന് ഞങ്ങൾക്കൊന്നും തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല എന്നൊരു അവസ്ഥയായി. ഞാൻ ഇന്നേ വരെ ലൈവ് വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ലൈവ് തന്നെ. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. മാനസികമായിട്ട് ഭയങ്കര വിഷമം വന്നു. എനിക്കും ഒരു ഡിപ്രഷനിലായിട്ട് കടന്നു പോകും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട് മേടിച്ച വീട്ടിൽ എൻ്റെ അമ്മ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കി. ഞങ്ങൾക്ക് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾ തെണ്ടി കുത്തുകാളെ പിടിച്ചിപ്പോൾ ഇറങ്ങി. ഞങ്ങൾ മൂവാറ്റ താമസിക്കുന്ന ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നെന്മാറയിലാണ്. പാലക്കാട് നെന്മാറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു രീതിയിലും പറ്റുള്ള പല പോലീസ് സഹായം തേടി, പല നിയമ സഹായം തേടി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോകത്ത് കേൾക്കുന്നത് ഒരു കുട്ടീനെ ഈ രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളത്. 14 വയസ്സുള്ളപ്പോൾ ഈ കുട്ടീനെ ഒരു സ്വകാര്യ ഭാഗത്ത് പടവലങ്ങയൊക്കെ കുത്തി കയറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കണേ. 1 വർഷം പീഡിപ്പിച്ച ഈ വ്യക്തി സുഖമായിട്ട് റോട്ടിൽ കൂടെ നടക്കുന്നു. ഈ വ്യക്തി ഇതിനു മുമ്പ് ഒരു കൊലപാതകത്തിന് പ്രതിയായിരുന്നു.
ഈ കൊലപാതകത്തിന് പ്രതിയായിരുന്നു. അതിന് മുമ്പ് പല കേസുകളും ഇയാളുടെ പേരിലുണ്ട്. ഇപ്പോഴും രാത്രി 11 മണിക്ക് ഇയാൾ ഇറങ്ങും ഈ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പോയി. ഇയാൾ ഒരു ഗുണ്ട രീതിയാണ്. ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചു, പല രീതിയിലും ശ്രമിച്ചു, ഒരു രീതിയിലും പറ്റുന്നില്ല. ഇയാൾ ഒരു ഗുണ്ട രീതിയിലാണ് ഇടപെടുന്നത്. ഞങ്ങളെ ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാവരും കാണണം. ഇനി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം ഇതെല്ലാം ചെയ്യേണ്ടതെന്ന്. ഞങ്ങൾ നിയമസഹായം തേടാൻ പറഞ്ഞു, നിയമസഹായം തേടി. ഇപ്പൊ പറയുന്നു എറണാകുളത്ത് ചെന്ന് പോലീസിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വുമൺ പ്രൊട്ടക്ഷൻ മേടിക്കാൻ പറയുന്നു. ഞങ്ങൾ ഇനി 10 രൂപയില്ല. ഈ 10 രൂപ ഇല്ലാത്ത ആൾക്കാർ ഇനി ഏത് വുമൺ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് പറയാനായിട്ടാ? ഞങ്ങളെ കൊണ്ട് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങളുടെ മാനസിക വിഷമം ഭയങ്കരമാവുന്നു. ഈ വ്യക്തി ഈ കുട്ടികളുടെ ജീവിതം ഇത്രയും കാലം നശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പല രീതിയിലും ഈ പുറം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല. കാരണം അത് ഇയാൾക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞുള്ളൂ. ഇത് ഏതെങ്കിലും ലീഗലി മൂവിയാണോ, ഇതിലുള്ള ഒരു സംവിധാനമോ ഞങ്ങളിൽ ഇല്ല. ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ ജനങ്ങൾ ഇതൊന്നും അറിയണം, ഇതൊന്നും മനസ്സിലാക്കണം. ഇതിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റണില്ല. ഇപ്പോൾ ഒരു 14 വയസ്സുള്ള കുട്ടിയെ 1 വർഷക്കാലം സ്വന്തം രണ്ടാനച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. 1 വർഷക്കാലം രണ്ടാനച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അയാൾ ഇപ്പൊ പുറത്ത് സുഖമായിട്ട് ഇറങ്ങിക്കൊണ്ട് നടക്കുന്നു. ഈ കൊച്ചിന് ഒരു ചെറിയ ട്രോമ വന്നു എന്ന് പറഞ്ഞു. പയ്യൻ നേരത്തെ പറയുന്നുണ്ട് ആരോട് ഇതൊരു സഹായം ഇല്ല അവർക്ക് ആ നാട്ടിലിറങ്ങി നടക്കുമ്പോൾ തന്നെ ജാതിയുടെ എന്തോ പ്രശ്നം വെച്ച് അവരെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ഒരു സുഹൃത്തിനോട് ആ പയ്യൻ ഇതെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഇത് കേൾക്ക് അയ്യോ അത് അതിലും വലിയ കഷ്ടകാലം. ഈ ഭാര്യയ്ക്കാണെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ സംഭവിച്ച ഈ ദുരന്തങ്ങൾ, ഈ പീഡനം, മാനസിക പീഡനമല്ലേ, കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള പീഡനമായതുകൊണ്ട് അത് തീർച്ചയായിട്ടും മെൻ്റൽ ട്രോമയായിട്ട് നമ്മൾ ഒത്തിരിയും ഡോക്ടർമാർ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ചെറുപ്പത്തിൽ പീഡിപ്പിക്കപ്പെട്ട ശരിക്കും കുറച്ച് വലുതാകുമ്പോഴത്തേനും മാനസിക പ്രശ്നം വരും. അപ്പോൾ ഈ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് തുഷാർ ജോർജ് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ഈ കൊച്ച് ചില സമയത്ത് വളരെ ഒച്ച ഇടും. എക്സ്ട്രീം ലെവലിലുള്ള മൂഡ് സീൻസ് ആണ് ആ കൊച്ചിനുള്ളത്. അപ്പോൾ ആ കൊച്ച് ഭയങ്കര ഒച്ച ഇടും ഇടയ്ക്ക്. പിന്നെ ഇടയ്ക്ക് വെറുതെ കരയും. പിന്നെ ചില സമയത്ത് നല്ല സ്നേഹമാണ്, ചില സമയത്ത് നല്ല ദേഷ്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാണിച്ച് സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെങ്കൊച്ചിനെ ഇട്ടേച്ച് ഈ പയ്യന് ജോലിക്ക് പോകാൻ ഇപ്പം പറ്റിയാലാത്ത അവസ്ഥയാണ്. ജോലി കളഞ്ഞു വന്നിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സുഹൃത്തിനോട് ഈ സത്യം തുറന്നു പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്തെന്നോ, ഈ ലോകത്തിൻ്റെ ഒരു പോക്ക് നിങ്ങൾ ഓർക്കണം. അവൻ എന്താണെന്ന് വെച്ചാൽ കിട്ടിയ അവസരത്തിന് ഈ പെങ്കൊച്ചിനെ മാനസികമായിട്ട് ഇങ്ങനെയുണ്ട്, ഇതിനെ ചെറുപ്പത്തിൽ പീഡിപ്പിച്ചാന്നൊക്കെ അറിഞ്ഞിരിക്കുന്ന അവൻ്റെ ദുഷ്ടമനസ്സ് ഒന്ന് ആലോചിച്ചോണം. ഈ പയ്യൻ തുഷാർ വീട്ടിലില്ലാത്ത സമയം നോക്കി അവൻ ഈ പെങ്കൊച്ചിനെ പീഡിപ്പിക്കാൻ വരും. എൻ്റെ പൊന്നെ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. ഇത്രയും ആൾക്കാർ എന്താണ് ആരും അറിയില്ല, എന്ത് വൃത്തികേടും ചെയ്യുമെന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ജനങ്ങൾക്ക്. എല്ലാവർക്കും നല്ല, ചില ദുഷ്ടന്മാർക്ക്. അപ്പോൾ ഈ സുഹൃത്തായിട്ട് കണ്ടെത്തിയ ആളുടെ മനസ്സ് തുഷാറിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് പീഡിപ്പിക്കും. തുഷാർ തുഷാർ പെട്ടെന്ന് വീട്ടിലോട്ട് കയറി വന്നുകൊണ്ട് പീഡനമൊന്നും നടന്നില്ല. എടുത്ത് ഇടിയൊക്കെ കൊടുത്തു. അന്ന് ഏതായാലും പോലീസുകാർ തുഷാറിൻ്റെ ഒപ്പമാണ് നിന്നിരുന്നത്. പക്ഷേ ഈ കേസിൽ, അതായത് ഈ രണ്ടാനച്ഛൻ്റെ കേസിൽ പോലീസിൽ നിന്നൊരു സഹായം തുഷാറിന് കിട്ടുന്നില്ല. പോലീസുകാർ സഹായിക്കുന്നില്ല. DYSPയോട് പറഞ്ഞിട്ടും ചാലക്കുടി പോലീസ് സ്റ്റേഷൻ എവിടെ പറഞ്ഞിട്ടും പോലീസിൽ നിന്നൊരു സഹായമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഇങ്ങനെ ഇതിൽ ലൈവിൽ വന്ന് ഫേസ്ബുക്കിലും ലൈവ് ഇട്ടിരുന്നത്. ലൈവിലൊക്കെ വന്ന് ജനങ്ങളോട് കംപ്ലീറ്റ് കാര്യങ്ങൾ തുറന്ന് പറയുക ചെയ്യുന്നത്. അപ്പോൾ ബാക്കി പറയുന്നത് കൂടെ ഒന്ന് കേൾക്കാം. ജീവിക്കണ്ടേ, ഞങ്ങൾ ജീവിക്കണ്ടേ, ഞങ്ങൾ കേരളത്തിൽ ഒരു ജനമല്ലേ, ഞങ്ങൾക്ക് ഒരു മനുഷ്യനല്ലേ, ഇനി കേരളത്തിന്റെ ജനം മനസ്സിലാക്കുക, കേരളത്തിന്റെ ജനം തീരുമാനിക്കുക ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു രീതിയിലും ചെയ്യാൻ പറ്റുന്നില്ല. ഈ രണ്ടാനച്ഛൻ ഈ കുട്ടീനെ പിന്നെ ശല്യപ്പെടുത്തുന്നു. ഞാൻ പല പ്രാവശ്യവും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നു, പല പ്രാവശ്യം ഞാൻ പോലീസ് ഹെൽപ്പ് ലൈനിൽ വിളിച്ച് പറയുന്നു. എനിക്ക് ഒരു ഡിപ്രഷൻ രോഗത്തിലായിട്ട് മാറുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ അമ്മേനും എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല. എന്റെ പെങ്ങൾ മരിച്ചു, എന്റെ അച്ഛൻ മരിച്ചു, എന്റെ കുടുംബം നഷ്ടപ്പെട്ടു, എനിക്കിപ്പോൾ കല്യാണം കഴിച്ച് ഭാര്യയെ നഷ്ടപ്പെടാൻ പോകുന്നു. എന്റെ ഈ മൊത്തത്തിലെ എല്ലാ പിടിപാടും വിടുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകത്തോട് ആദ്യമായിട്ട് ചോദിക്കുക, ഈ ലോകത്തോട്, ഈ കേരള ജനതയോട് ചോദിക്കുക, എന്ത് ചെയ്യണം? ഞങ്ങൾ ഇത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷങ്ങളുടെ കടമുണ്ട്. ഞാൻ ഒരിക്കലും പൈസക്ക് ആരെയും മുമ്പിൽ ചെന്നിട്ടില്ല. പൈസ ജോലി എടുത്താൽ ഉണ്ടാവും, പക്ഷെ പൈസയ്ക്ക് വേണ്ടിയല്ല. പക്ഷെ ഞങ്ങൾ ഇത്രയും മാനസികമായിട്ട് പീഡിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും നിയമസഹായം ഞങ്ങൾക്കൊന്ന് തേടി തരണം. ഏതെങ്കിലും ഒരു വഴിയിൽ നിയമസഹായം തേടി ഞങ്ങളൊന്ന് സഹായിക്കണം. ഇത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്, ഞങ്ങളുടെ ഒരു അഭിമാന പ്രശ്നമാണ്. ഇനി അഭിമാനമൊന്നുമില്ലല്ലോ, കാരണം ജനങ്ങൾ ഇതെല്ലാം അറിഞ്ഞല്ലോ. ഇത്രയും ഉപദ്രവിക്കപ്പെട്ട ആ കൊച്ച് 14 കൊല്ലം അനാഥാലയത്തിൽ ജീവിച്ചു. 14 കൊല്ലം അനാഥാലയത്തിൽ ജീവിച്ച കൊച്ച് ഒരു രീതിയിലും പറ്റാത്ത ഒരു അവസ്ഥയിൽ ആ കൊച്ച് നടക്കുന്നു. ഒരു രീതിയിലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നടക്കുന്നു. എനിക്കിപ്പോൾ തിരിച്ച് US ഇതിൻ്റെ അകത്ത് തുഷാർ ജോർജ് ഒരു വല്ലാത്ത അവസ്ഥ. ആ പയ്യൻ എന്താണ് ചെയ്തത്? പാവപ്പെട്ട അനാഥാലയത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തു. ആ ജീവിതം കൊടുത്തതിൻ്റെ പേരിൽ ഇന്ന് ജോലിക്ക് പോലും പോകാൻ മേലാത്ത രീതിയിൽ എന്തോ ഒരു ഉപദ്രവം സഹിക്കുന്നത്. ഇതൊക്കെ നടക്കുന്ന ഈ സാക്ഷര കേരളത്തിലാണല്ലോ എന്നുള്ള സത്യം പറഞ്ഞു. എന്നാൽ ഇവിടുത്തെ കുട്ടികളെയൊക്കെ പീഡിപ്പിച്ചുള്ള നിയമങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ രണ്ടാനച്ഛൻ അന്ന് അകത്ത് പോയാൽ പിന്നെ പുറം ലോകം കാണരുതാത്താണ്. അയാൾ പുറം ലോകത്തൂടെ കൂളായിട്ട് നടന്നിട്ട് രണ്ടാമത് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു. പോരാഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ഈ കൊച്ചിനെ പീഡിപ്പിക്കുന്നു. ഈ തള്ളയാണെങ്കിൽ ഇതുപോലെ പീഡനവീരനായ ഒരാളുടെ മുന്നിൽ കൊണ്ട് വീണ്ടും സ്വന്തം ജനിപ്പിച്ച കൊച്ചിനെ കൊണ്ടാക്കുന്നു. ഞാൻ പറയുന്നത് ആ തള്ളയെ ഉൾപ്പെടെ പിടിച്ച് ജയിലിലിടണം, അടിയും കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു ഇതാവുള്ളൂ. ഇത് എന്തുകൊണ്ട്
എന്തുകൊണ്ട് പോലീസ് അയാൾക്ക് എന്തെങ്കിലും ഇന്നത്തെ ലോകത്ത് നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ സ്വാധീനം, സാമ്പത്തിക സ്വാധീനം ഇതൊക്കെ ഉള്ളവർക്ക് മാത്രമേ നിയമം അനുകൂലമായിട്ട് നിൽക്കുന്നുള്ളൂ. പല കേസാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാൾ വീണ്ടും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാനും ഒരു പുരുഷൻ ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തിട്ട് അവരെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാതെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടും നമ്മുടെ നിയമം അവരെ ഒന്നും സംരക്ഷിക്കുന്നില്ല. ഇത് എന്നതാണ് ഈ ലോകം അല്ലേ? പറയാതിരിക്കാൻ പറ്റില്ല. സാക്ഷര കേരളം എന്തൊരഭിമാനത്തോടെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്. രക്ഷയില്ല ഇവിടെ ജീവിക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.